Hi children, today's topic is evidence of evolution. You know, biological evolution helps to explain the diversity of life on Earth, how evolution of man and evolution of horse, like that all varied life in the bio world. That is, uh, from where we get the proof, evidence of evolution, that is from some branches of biology. Which are the different branches of biology? We get evidences to prove evolution. That paleontology, comparative anatomy and morphology, biochemistry, biogeography, developmental biology, and current evolutionary supports. അങ്ങനെ നമുക്ക് കുറേ എവിഡൻസസ് കളക്ട് ചെയ്യാം ഫ്രം ഡിഫറെൻറ്റ് ബ്രാഞ്ചസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ജസ്റ്റ് പേരുകൾ പഠിച്ചതാണ്. ഇതിൽ ഈ മൂന്നെണ്ണം, പാലിയന്റോളജി, കമ്പാരിറ്റീവ് അനാട്ടമി, മോർഫോളജി ആൻഡ് ബയോകെമിസ്ട്രി, ഈ മൂന്നെണ്ണം നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. ഈ പിക്ചർ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ആസ് ഇറ്റ് ഈസ് എ ഫോസിൽ ഓഫ് ആർക്കിയോപ്റ്ററിക്സ്. ആർക്കിയോപ്റ്ററിക്സ് ഇസ് എ മിസ്സിംഗ് ഫോസിൽ, ട്രാൻസിഷണൽ ഫോസിൽ, ഓക്കെ, ബിറ്റ്വീൻ റെപ്റ്റൈൽ ആൻഡ് ബേർഡ് എന്നാണ് പറയുന്നത്. റെപ്റ്റൈലിൻ്റെയും ബേർഡിൻ്റെയും ഇടയിലൊരു ടൈപ്പ് ഓർഗാനിസം ഉണ്ടായിരുന്നു എന്ന് ഈ ഫോസിൽ കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതിൻ്റെ പേരാണ് ആർക്കിയോപ്റ്ററിക്സ്. ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ പടം വെച്ചിട്ടുണ്ടായിരുന്നു, അറിയോ? ഓക്കെ, ദെൻ പാലിയന്റോളജി നമുക്ക് നോക്കാം. എന്താണ് ഫോസിൽ? എവിടെയാണ് നമ്മൾ പഠിക്കുക? ഇൻ പാലിയന്റോളജി, ദാറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫോസിൽസ്. അപ്പോൾ വാട്ട് ആർ ഫോസിൽസ്? They are the remainings of once existed life. They are the hard parts of pre-existing life forms, and they are sediment present in sedimentary rocks, and that they provide evidence for information about the ancestry of organism. Ancestry എന്തിനാണ് ഇങ്ങനെ ഇവോൾവ് ചെയ്തത് എന്നും, it provide a clue on missing link between different groups of organisms. നമ്മൾ നേരത്തെ കണ്ടു, ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസം, റെപ്റ്റൈൽ, ബേർഡ്, അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ലിങ്ക് ഉണ്ടായിരുന്നു എന്നും എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്ത് വഴിയാണ്? ഫോസിൽ വഴിയാണ്. അപ്പോൾ ഫോസിൽ എങ്ങനെയാണ് ഡെപ്പോസിറ്റഡ് ആവുന്നത്? എങ്ങനെയാണ് ഫോസിൽ ആവുന്നത്? ഫോസിൽസ് അത് ഒരു ലൈഫ് ഫോം, ഫസ്റ്റ് പ്രസൻറ്റ് ലൈഫ് ഫോം ഇതാണെന്ന് വിചാരിക്കും. അപ്പോൾ വെൻ ദേ ഡൈഡ് ദേ ബിക്കം എ ഫോസിൽ, അത് ഫോസിലായി. ആൻഡ് ദേ ട്രാപ്ഡ്, ദേ ബിക്കം ദ പാർട്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെഡിമെൻറ്റ്. അത് ഉണ്ടായ സമയത്ത് രൂപപ്പെട്ട സെഡിമെൻ്ററി റോക്കിൻ്റെ ഭാഗമായി അത്. അഗെയിൻ നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം അവിടെ വന്നു. അപ്പോൾ വെൻ ദേ ഡൈഡ് ദേ ബിക്കം ഫോസിൽ ആൻഡ് ദേ ബിക്കം ദ പാർട്ട് ഓഫ് ദ ദാറ്റ് പെർട്ടിക്കുലർ സെഡിമെൻറ്റ്. അങ്ങനെ സെഡിമെൻറ്റ്സ് are arranged one over other. In a cross section we can see sediments are arranged one over other. ഓരോ എർത്ത് സെഡിമെൻറ്റ്സും ആ സെഡിമെൻറ്റ്സിൽ that organisms, the fossils of organisms died during the formation of that particular sediment is seen. ആ സമയത്ത് നശിച്ച് ആ സെഡിമെൻറ്റിൻ്റെ ഭാഗമായ ജീവികളെയാണ് ഓരോ സെഡിമെൻ്ററി ലെയേഴ്സിലും കാണാൻ പറ്റുക. അപ്പോൾ ഡീപ്പസ്റ്റ് ലെയർ ഹാവിങ് ദ ഫസ്റ്റ് ഫോംഡ് ഓർഗാനിസം, പിന്നെ 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 ഉണ്ടായ ജീവികൾ, അങ്ങനെയാണ് നമുക്കതിനെ കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റുക? ആ ഏജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ദാറ്റ് ഈസ് ബൈ എ മെത്തേഡ് കോൾ കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് എന്നാണ് പറയുക. ആ മെത്തേഡ് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയും. അതെങ്ങനെയാണ്? അതായത് കാർബൺ പ്ലാന്റ്സ് അതിൻ്റെ ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിക്കും. അത് വെച്ച് കൺസ്യൂം ചെയ്ത് മറ്റ് ജീവികൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അവരുടെ ശരീരത്തിലേക്കും കാർബൺ എത്തും. അപ്പോൾ അതിൽ കാർബൺ 14, മറ്റുള്ളതൊക്കെ ഡീജനറേറ്റ് ചെയ്ത് പോകും. പക്ഷെ കാർബൺ 14 റീറ്റെയിൻ, അവർ എന്താണ് നശിച്ചാലും അവരിൽ ഈ കാർബൺ 14 നിലനിൽക്കും. അത് അതിൻ്റെ ജനറേഷൻ കുറച്ച് ഒരു പർട്ടിക്കുലർ രീതിയിലാണ് അത് കണക്കാക്കുക. അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഏജ് ഓഫ് ഫോസിൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. അങ്ങനെ ഏജ് ഓഫ് ഫോസിൽ ഡിറ്റർമിൻ ചെയ്ത് നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ കിട്ടുന്നത്?
നമുക്ക് മനസ്സിലാവണം വിച്ച് ആർ ദ ഫൈൻഡിങ്സ്. ദ ലൈഫ് ഫോം വാരീഡ് ഓവർ ടൈം. എല്ലായ്പ്പോഴും ഒരേപോലത്തെ ജീവികളാണ് ഉണ്ടായത്. നമ്മൾ സ്പെഷ്യൽ ക്രിയേഷനിൽ പറഞ്ഞത് പണ്ടുണ്ടായ ജീവികൾ തന്നെയാണ്, ഇന്ന് കാണുന്ന എല്ലാവരും പണ്ടുണ്ടായതാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായി ലൈഫ് ഫോംസ് വാരീഡ് ഓവർ ടൈം. അപ്പൊ ആ ഒരു കാര്യം തെളിയിച്ചത് ഫോസിൽസ് ആണ്. ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ് എ ജിയോളജിക്കൽ പീരീഡ്. ഒരു പർട്ടിക്കുലർ ജിയോളജിക്കൽ പീരീഡാണ് ഏത് ഫോസിലും ആ പർട്ടിക്കുലർ ജിയോളജിക്കൽ പീരീഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി ഒരു ജിയോളജിക്കൽ ടൈം സ്കെയിൽ ഉണ്ടാക്കാനും സാധിക്കും. ഓരോരോ ഫോസിൽ കിട്ടുമ്പോൾ അത് ഏത് ജിയോളജിക്കൽ പീരീഡിലാണ് അതിനനുസരിച്ച് പർട്ടിക്കുലർ കലണ്ടർ, ഒരു കലണ്ടർ ഓഫ് പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് എർത്ത് തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ജിയോളജിക്കൽ ടൈം സ്കെയിൽ. Then the fossils help to reconstruct the phylogeny അല്ലെങ്കിൽ ആൻസിസ്റ്റർ ഹിസ്റ്ററി ഓഫ് ഓർഗാനിസം. ഓരോ സമയത്തും കിട്ടിയ ഫോസിലുകൾ വെച്ചിട്ട് ആ കാലത്ത് ആ ഫോസിൽ ഉണ്ടായിട്ടുള്ള ആ ജീവിനെ അതിൻ്റെ ഒരു റീകൺസ്ട്രക്ഷൻ നടത്തുക. അങ്ങനെ നടത്തുമ്പോൾ ഷോയിങ് certain relationship between different groups and we can reconstruct the ancestral history of certain organism. More or less ആ ലിങ്ക്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചില ജീവികളുടെ മാത്രമാണ് അങ്ങനെ ഒരു ആൻസിസ്റ്റർ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയേക്കണേ, മോറോർലെസ് കംപ്ലീറ്റ് ആയേക്കണേ. അതിലൊന്നാണ് ഓൾസും പിന്നൊന്ന് ഹ്യൂമൻ ബീങ്. അപ്പോൾ റീകൺസ്ട്രക്ട് ദ ഫിലോജനി ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാലിയന്റോളജിക്കൽ എവിഡൻസസ്. പിന്നെ വേറെ നമ്മൾ നേരത്തെ പറഞ്ഞ മിസ്സിംഗ് ലിങ്ക്, രണ്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൻ്റെ ഇടയിലുള്ള മിസ്സിംഗ് ലിങ്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ഫിലോജനി കംപ്ലീറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ വാരീഡ് ലൈഫ് ഫോംസ് ഷെയർ എ കോമൺ ആൻസിസ്ട്രി. എല്ലാവർക്കും, ഈ പറഞ്ഞ എല്ലാവർക്കും ഒരു കോമൺ ആൻസിസ്ട്രി ആണ് എന്ന് മനസ്സിലാക്കി തന്നത് എന്താ? പാലിയന്റോളജി, ദാറ്റ് എവിഡൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു എന്താണ് that is a geological time scale, that is the past history of earth is divided into certain eras. 4 പ്രധാന eras ആണ്. That is pre-Cambrian era, then Paleozoic, then Mesozoic and Cenozoic. ഇതിൽ സീനോസോയിക് എറയിലാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് ഹ്യൂമൻ ബീങ്സ് ഇവോൾവ് ചെയ്തേക്കണേ. പിന്നെ നമ്മളിതിനെ നോക്കുമ്പോൾ ഇതിൽ പെർമിയൻ പീരീഡ്, ഡിവോണിയൻ പീരീഡ്, കാർബോണിഫറസ് പീരീഡ്, ജുറാസിക് പീരീഡ്, അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പീരീഡുകൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ദാറ്റ് ഈസ് ഡിവോണിയൻ പീരീഡ്. ഈ പീരീഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് ആംഫീബിയൻസ് ഇവോൾവ് ചെയ്തേക്കുന്നത്, ഡിവോണിയൻ പീരീഡ്. പിന്നെ കാർബോണിഫറസ് പീരീഡ് വന്നപ്പോൾ അത് കഴിഞ്ഞ് തൊട്ട് കാർബോണിഫറസ് പീരീഡ് ഉണ്ട്. അവിടെയാണ് റെപ്റ്റൈൽസും ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റും, കൂടുതൽ റെയിൻ ഫോറസ്റ്റുകൾ ഉണ്ടായി, റെപ്റ്റൈലുകൾ ഉണ്ടായത്. അത് കഴിഞ്ഞ് വന്ന പെർമിയൻ പീരീഡിൽ പ്ലാന്റ്സ്, ഇൻസെക്ട്സ്, റെപ്റ്റൈൽസ് അതിനെ കുറേയും കൂടിയും അവർ വൈഡ് സ്പ്രെഡായി. ദെൻ ഈ ജുറാസിക് പീരീഡ് നമുക്ക് വളരെ ഫെമിലിയർ ആണ് ആസ് ദ ഗോൾഡൻ ഏജ് ഓഫ് ഡിനോസേഴ്സ്. അപ്പോൾ ഈ പർട്ടിക്കുലർ 2-3 ഒന്ന് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ അനാട്ടമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ എവിഡൻസസ് നോക്കാം. നോക്കൂ, ഈ ഒരു ഇത് നമ്മൾ ചിലവർക്ക് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു കണ്ണിൻ്റെ ഒരു കോർണറിലായിട്ട് നമ്മളൊരു ലിറ്റിൽ പിങ്ക് തിങ് കണ്ടിട്ടില്ലേ? അത് ചിലവരിൽ 2 ഭാഗത്തും വളരെ അപൂർവമായിട്ട് ഇങ്ങനെ കാണാം. അങ്ങനെ കാണുന്ന ഈ ഒരു പോർഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കാണുന്ന ഈ പോർഷൻ തന്നെയായാലും, ഇറ്റ് ഈസ് ദ റെമനന്റ് ഓഫ് തേർഡ് ഐലിഡ് ആണ്. അതിനെ പ്ലിക്ക സെമിലുനാറിസ് എന്ന് പറയും. ഇസ് എ വെസ്റ്റീജിയൽ തേർഡ് ഐലിഡ് എനിറ്റിറ്റേറ്റീവ് മെമ്പറിൻ. അതായത് നമ്മളുടെ ആൻസിസ്ട്രിയിൽ വരുന്ന ഫിഷസ്, ആംഫിബിയൻസ്, അവരൊക്കെ വെള്ളത്തിൽ മാത്രം അക്വാട്ടിക് ലൈഫിലായിരുന്നു. അപ്പൊ അവർക്കൊരു തേർഡ് ഐലിഡ് ഉണ്ടായി. അവരുടെ തേർഡ് ഐലിഡ് എന്തിനാണ്? വെള്ളത്തിന്റെ ഉള്ളിൽ പോകുമ്പോൾ അവർക്ക് ഗൂഗിൾസ് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരുടെ ഗൂഗിൾസ് ആണ് ഈ നിറ്റിറ്റേറ്റീവ് മെമ്പറിൻ. അവർക്ക് അത് ട്രാൻസ്പാരന്റ് ആയിരുന്നു. അത് ചില ആളുകളിൽ അത് റീഅപ്പിയറൻസ് നടത്തുന്നു എന്നുള്ള ഒരു രീതിയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതൊന്നുമല്ല. നമുക്ക് എവിഡൻസ് കളക്ടിങ് ഫ്രം അനാട്ടമി, മോർഫോളജി അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് അനാട്ടമി? ഉള്ളിലത്തെ സ്ട്രക്ചർ. മോർഫോളജി എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആണ്. അതിൻ്റെ കമ്പാരേറ്റീവ് സ്റ്റഡി പല ജീവികളുടെയും മോർഫോളജിയും അനാട്ടമിയും കമ്പയർ ചെയ്യുമ്പോൾ എന്താ നമുക്ക് കണ്ടെത്താൻ പറ്റുക? certain supporting ideas of evolution. Okay,
that certain organisms are evolved from common ancestry, as well as evolution is a fact, and that life forms, varied life forms are formed during the time. അത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഈ മോർഫോളജി അനാട്ടമിക്കൽ എവിഡൻസസ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൽ ഒരു 3 ഈ 3 ബ്രാഞ്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 4 ഞാൻ അറ്റാവിസം എഴുതിയത് ഒരു അഡീഷണൽ എക്സ്റ്റെൻഡഡ് പോർഷനാണ്, ടെക്സ്റ്റ് ഉള്ളതല്ല. അപ്പൊ ഈ 3 നമുക്ക് നോക്കാം. ഹോമലോഗസ് ഓർഗൻസ്, അനലോഗസ് ഓർഗൻസ്, വെസ്റ്റീജിയൽ ഓർഗൻ. അപ്പൊ അതിൽ ഹോമലോഗസ് ഓർഗൻ ഏതൊക്കെയാണ്? ദെൻ അനലോഗസ് ഓർഗൻസ് ഏതൊക്കെയാണ്? വെസ്റ്റീജിയൽ ഓർഗൻ. ഹോമലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താ? പല ജീവികളിൽ കാണുന്ന ഓർഗൻസ്, സിമിലർ സ്ട്രക്ചർ ഉള്ള ഓർഗൻസ് കാണാം, പക്ഷെ ഫങ്ഷനൊക്കെ വ്യത്യാസമായിരിക്കും, ദാറ്റ് സെയിം സ്ട്രക്ചർ ആയിരിക്കും. എന്നാൽ ബേർഡ്സിൻ്റെയും ബട്ടർഫ്ലൈയുടെയും വിങ്സ് നമുക്ക് നോക്കിയാൽ കാണാം, അത് അനലോഗസ് ഓർഗനാണ്. അവർ രണ്ടുപേരും സെയിം ഫങ്ഷനാണ്. സ്ട്രക്ചർ സെയിം ആണോ? അല്ല. അതുപോലെ നമ്മളുടെ ഇൻറ്റസ്റ്റൈനിൽ വെർമിഫോം അപ്പൻഡിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ഒരു വെസ്റ്റീജിയൽ ഓർഗനാണ്. നമ്മളുടെ ആൻസിസ്റ്റേഴ്സിൽ ഫങ്ഷനബിൾ ആയിരുന്നു, ഇവിടെ ഫങ്ഷൻലെസ് ആയിട്ട് കാണുന്ന വെസ്റ്റീജിയൽ ഓർഗൻ. ആകെ ഈ 3 നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ, അതായത് അനാട്ടമിക്കല്, മോർഫോളജിക്കലി, എവിഡൻസസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ 3 ഓരോന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The homologous organs. What are homologous organ? Is a anatomical comparative സ്റ്റഡിയിൽ നമുക്ക് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഹോമലോഗസ് ഓർഗൻസ്. ഹോമലോഗസ് ഓർഗൻ സിമിലർ ഇൻ സ്ട്രക്ചർ. അപ്പോൾ സ്ട്രക്ചർ സെയിം ആവണമെങ്കിൽ അവരുടെ എംബ്രിയോണിക് ഒറിജിൻ സെയിം ആയിരിക്കും, പക്ഷെ നമ്മൾ പറഞ്ഞു ദേ ഹാവ് ഡിഫറെൻറ്റ് യൂസ്. ഇത് സ്ട്രക്ചർ സെയിം ആയതുകൊണ്ട് എന്താ? ദേ ഹാവ് എ ഷെയർ എ കോമൺ ആൻസിസ്റ്ററി. അപ്പൊ എങ്ങനെയാണ് ഒരു കോമൺ ആൻസിസ്റ്ററിന്ന് ഇങ്ങനെ വ്യത്യസ്ത ടൈപ്പ് ഫങ്ഷൻ ചെയ്യുന്ന ഓർഗൻസ് ആയി അത് മാറിയത്? That is by a mode of evolution. That mode of evolution, process of evolution is called divergent evolution എന്ന് പറയും. അതെന്താണെന്ന് ഒന്നുകൂടി നോക്കാം. Here same structures developed into different direction. പല ഡയറക്ഷനിലേക്ക് മാറുക ഒരേ സ്ട്രക്ചർ. ആൻഡ് ഡ്യൂ ടു അഡാപ്റ്റേഷൻ ടു ഡിഫറെൻറ്റ് നീഡ്സ്. പല പല ആവശ്യങ്ങളാണ്, അപ്പോൾ പല പല രീതിയിൽ അത് അഡാപ്റ്റഡ് ആയി. അതിനുള്ള എക്സാമ്പിൾസ്, ഈ 4 എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ ഒറ്റ ഇത് നോക്കിയാൽ നമുക്ക് ഹോമലോഗസ് ഓർഗനെ ഒറ്റ കുടക്കീഴിൽ കാണാനായിട്ട് സാധിക്കും. ഓരോന്നും നമുക്ക് ഒന്നുകൂടി നോക്കാം. ആദ്യത്തെ എന്താണ്? കമ്പാരിറ്റീവ് അനാട്ടമി ഓഫ് 4 limbs of different vertebrates. When compare the 4 limbs of different vertebrates, we can see same pattern of bone. നോക്കൂ, ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫാലഞ്ചസ് അല്ലേ? ഇതൊക്കെ ഈ എല്ലാ ഡിഫറെൻറ്റ് വെർട്ടിബ്രേറ്റിലും കാണാനായിട്ട് സാധിക്കും. അപ്പം ബോൺ പാറ്റേൺ സെയിം ആണ്, മസിൽ പാറ്റേൺ സെയിം ആണ്, നെർവ് പാറ്റേൺ സെയിം ആണ്. അങ്ങനെ പറയുമ്പോൾ ദെയർ ഒറിജിൻ ഈസ് സെയിം സ്ട്രക്ചർ, പക്ഷേ ദേ ആർ ഡെവലപ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഡ്യൂ ടു ദ അഡാപ്റ്റേഷൻ ഓഫ് ഡിഫറെൻറ്റ് നീഡ്സ്. മനുഷ്യൻ ചെയ്യുന്ന പണിയാണോ കാറ്റ് ചെയ്യുക ഈ 4 limb വെച്ചിട്ട്? അല്ല, ഓരോന്നിൻ്റെയും ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ ഫങ്ഷൻ അനുസരിച്ച് അവരിൽ കുറച്ച് മാറ്റങ്ങൾ കണ്ടോ, അതിന് കുറച്ച് മോഡിഫിക്കേഷൻസ് വന്നു. ബട്ട് ദ സ്ട്രക്ചർ ഈസ് സെയിം. that type organs are called homologous organs. Example, 4 limbs of different vertebrate. Another example, heart of different vertebrate. എല്ലാത്തിനും ചേംബേഴ്സ് നിങ്ങൾ നോക്കിക്കോളൂ, അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് നോക്കിക്കോളൂ. യു ക്യാൻ സീ സിമിലാരിറ്റി. Then brain of different vertebrate. എല്ലാത്തിലും കാണാം സെറിബ്രം, സെറിബെല്ലം അല്ലേ? നമ്മളുടെ പോലെ തന്നെ സെറിബ്രം, സെറിബെല്ലം, മെഡുല എല്ലാം കാണാം. അപ്പോൾ ദ ബ്രെയിൻ ഹാവിങ് സെയിം സ്ട്രക്ചർ. ഇനി പ്ലാന്റ്സിലും കാണാം. ഇത് ഒന്ന് പഠിച്ചിരുന്നോളൂ. തോൺ ആൻഡ് ടെൻഡ്രിൽ. നോക്കൂ, ആക്സിയൽ ബഡിൽ നിന്നുണ്ടായതാ. തോൺ ചെയ്യുന്നത് ഒരു പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഫങ്ഷൻ എവിടെയെങ്കിലും പിടിച്ചു കയറിയിട്ട് അതിന് പോണ്ടേ? അപ്പോൾ അതിനാണ് ഹെൽപ്പ് ചെയ്യാതെ. പാഷൻ ഫ്രൂട്ടോ കുക്കുബിറ്റിയോ ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഹോമലോഗസ് ഓർഗൻസ് കിട്ടിയല്ലോ. ഹോമലോഗസ് ഓർഗൻ എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞേ? ബൈ ഡൈവേർജന്റ് എവല്യൂഷൻ, അല്ലെങ്കിൽ അതിന് തന്നെ പറയുന്ന വേറൊരു പേരാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഇതൊക്കെ നമുക്ക് ഒന്നുകൂടി പിന്നീട് പഠിക്കാം, ഈ ടേംസും ആ കാര്യങ്ങളൊക്കെ. ഇവിടെ നേരത്തെ പഠിച്ചു തന്നെ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കും ആ ഒരു സെക്ഷനിലും. ഓക്കെ.
ഇനി നമ്മൾ നോക്കുന്നത് അനലോഗസ് ഓർഗൻസ് ആണ്. അനലോഗസ് ഓർഗൻസ് എന്ന് വെച്ചാൽ എന്താ? അനാട്ടമിക്കലി ഡിസിമിലർ സ്ട്രക്ചേഴ്സ് ആണ്. അവരുടെ സ്ട്രക്ചർ സെയിം ആണോ? നമ്മൾ അനലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞ വഴിക്ക് നമ്മൾ ഇതിനെ ഓർക്കണം കേട്ടോ. ഈ ഒരു പിക്ചർ ഓർത്താൽ മതി. ബേർഡും ഇൻസെക്റ്റും, അതിൻ്റെ രണ്ടിൻ്റെയും വിങ്സ്, രണ്ടുപേരും പറക്കുന്ന ആൾക്കാരാണ്. ഒരേപോലെയാണോ അവരുടെ സ്ട്രക്ചർ? അല്ല, അനാട്ടമി ഡിഫറെൻ്റ് ആണ്. പക്ഷേ അവരുടെ അപ്പോൾ എംബ്രിയോണിക് ഒറിജിൻ സെയിം അല്ല, പക്ഷേ ദേ ആർ അഡാപ്റ്റഡ് ഫോർ സെയിം യൂസ്. ഒരേ കാര്യത്തിന് വേണ്ടി, ഫ്ലൈയിങ് ആ പർപ്പസിന് വേണ്ടി. പക്ഷെ അവരൊരു കോമൺ ആൻസിസ്ട്രി ഉണ്ടോ? ഇല്ല, കോമൺ ആൻസിസ്ട്രി ഒന്നുമില്ല. പക്ഷേ ലൈഫ് ഫോംസ് വേരീഡ് ഓവർ ടൈം എന്നുള്ളതിന് തെളിവാണ്. ലൈഫ് ഫോംസ് വേരീഡ് ഓവർ ടൈം. കാലങ്ങൾ പോകുന്തോറും ലൈഫ് ഫോംസിന് മാറ്റങ്ങൾ വരും. അക്കോർഡിംഗ് ടു വെൻ ദേ ഷെയർ ദ സെയിം ഹാബിറ്റാറ്റ്. സെയിം ഹാബിറ്റാറ്റ്, അതാണ് അവിടെ കാര്യം. ഒരേ ഹാബിറ്റാറ്റിലേക്ക് വന്നപ്പോൾ അവരുടെ ആവശ്യങ്ങൾ സെയിം ആയി. അപ്പൊ അവർക്ക് ഒരേ ഫംഗ്ഷൻ നടത്തണം. അപ്പൊ അവരിൽ ചില മോഡിഫിക്കേഷൻസ് വന്നു ഒരേ ഫംഗ്ഷൻ നടത്താൻ. അങ്ങനെ പല ഓർഗൻസ് ഒരേ ഫംഗ്ഷൻ നടത്താൻ ഒരേപോലെ മോഡിഫിക്കേഷൻ വന്നപ്പോൾ സെയിം ഡയറക്ഷൻ എവല്യൂഷൻ വന്നു. ഈ സെയിം ഡയറക്ഷൻ എവല്യൂഷന് പറയുന്ന പേരാണ് കൺവേർജന്റ് എവല്യൂഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞത് ഡൈവേർജന്റ് എവല്യൂഷൻ. ഓക്കെ, ഇവിടെയും അത് തന്നെ പറഞ്ഞതാണ്. ദെൻ അനലോഗസ് ഓർഗൻസിന് വേറൊരു എക്സാമ്പിൾ ആണ് ഇതുകൊണ്ടോ, പെൻഗ്വിൻ, ഡോൾഫിൻ, ഫ്ലിപ്പേഴ്സ്. ഇവർക്ക് രണ്ടുപേരുടെയും ഈ കാര്യത്തിന് ഫ്ലിപ്പേഴ്സ് എന്നാണ് പറയുക. പക്ഷെ പെൻഗ്വിൻ്റെ ഈ ഫ്ലിപ്പർ എന്താ? അത് അതിൻ്റെ വിങ് ആണ്. ഡോൾഫിൻ്റെ ഇതെന്താ? ഫോർ ലിംബാണ്. അതെന്ന് വെച്ചാൽ നമുക്കറിയാം പെൻഗ്വിൻ ഒരു ബേർഡും ഇതൊരു മാമലും ആണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും സെയിം കൈൻഡ് ഓഫ് എൻവയൺമെന്റിലേക്ക് വന്നപ്പോൾ ദേ ഹാവ് ടു ഫേസ് സെയിം കൈൻഡ് ഓഫ് നീഡ്, സെയിം കൈൻഡ് ഓഫ് മോഡിഫിക്കേഷൻ ടു ദീസ് പാർട്സ്, ആൻഡ് ദാറ്റ് ഈസ് സെയിം കൈൻഡ് ഓഫ് അഡാപ്റ്റേഷൻ. ആ അഡാപ്റ്റേഷൻ വഴി ഉണ്ടായ ഒരേപോലെ ഫങ്ഷൻ ചെയ്യുന്ന ഓർഗൻസ് ആയി മാറി. അപ്പോൾ ഇതിന് പറയും അനലോഗസ് ഓർഗൻസ്. കൺവേർജന്റ് എവല്യൂഷനെ ഇവര് പറയാം നമുക്ക്. എന്നാൽ അതേപോലെ തന്നെ ഇവരുടെ ബോൺ പാറ്റേൺ ഇതൊക്കെ സെയിം ആണ്, മൊറോർലെസ് സെയിം ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ പറയുമ്പോൾ അതൊരു ഹോമലോഗസ് ഓർഗൻ ആയിട്ട് പറയാം. പക്ഷെ ഇവിടെ നമ്മൾ ഇതിനെ അനലോഗസ് ഓർഗൻസിന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റിലും പറയുന്നത്. വേറെ ഒന്ന് ദാറ്റ് ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽ ആണ്. ഒക്ടോപ്പസിന്റെ മാമലിന്റെയും ഐ നോക്കി കഴിഞ്ഞാൽ രണ്ടും അത് കണ്ണ് വിഷന് വേണ്ടിയിട്ടുള്ളതാ. ഒക്ടോപ്പസ് ഐന്റെ നോക്കിയ റെറ്റിനയുടെ സ്ട്രക്ചർ കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഹ്യൂമൺ ഐ പോലെയല്ല, അല്ലെങ്കിൽ മാമലിന്റെ ഐ പോലെയല്ല. മാത്രമല്ല ഇതിന്റെ വിഷൻ, ആ ഫോക്കസിങ്, ഇമേജ് ഫോക്കസ് ചെയ്യുന്ന രീതിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു അത്രയും ഡീറ്റെയിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഈ പേര് മാത്രം പഠിച്ചാൽ മതി. ഒക്ടോപ്പസ് ആൻഡ് മാമൽ ഐ എന്തിനു ഉദാഹരണമാണ്? അനലോഗസ് ഓർഗൻസ്. ഡിഫറെൻ്റ് എന്താണ് ഒറിജിൻ ആണ്, രണ്ടിൻ്റെയും ഒറിജിൻ ഡിഫറെൻ്റ് ആണ്, സ്ട്രക്ചറിലേക്ക് ഡിഫറെൻ്റ് ആണ്. എന്നിരുന്നാലും ദേ ഹാവിങ് സെയിം ഫങ്ഷൻ. അതിനുവേണ്ടി ചില സെയിം ഡയറക്ഷണൽ എവല്യൂഷൻ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വേറൊന്ന് ഇനി പ്ലാന്റ്സിലുള്ള ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോസ്. അറിയാലോ, ഇത് മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് അറിയാം അല്ലെ? പടത്തിൽ തന്നെ നല്ല വ്യക്തമാണ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താ? സ്വീറ്റ് പൊട്ടറ്റോ ഈസ് എ റൂട്ട് ട്യൂബർ. അതിൻ്റെ വേരിൽ നിന്ന് സ്റ്റാർച്ച് ഉണ്ടായിട്ടാണ് ഈ റൂട്ട് ട്യൂബറാണ് അത് സ്വീറ്റ് പൊട്ടറ്റോ. ഇതാണെങ്കിലും അതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് ചില ബ്രാഞ്ചസ് താഴേക്ക് ഇറങ്ങി വന്ന് മണ്ണിൽ ഉണ്ടാവുന്നതാണ്, സ്റ്റെം ട്യൂബറാണ്. അപ്പോൾ രണ്ടിൻ്റെയും സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്, ഒറിജിൻ ഡിഫറെൻ്റ് ആണ്. പക്ഷെ ബോത്ത് ഡു ദ സെയിം ഫങ്ഷൻ. എന്താ? സ്റ്റോറിങ് സ്റ്റാർച്ച്. അപ്പം നമ്മൾ അനലോഗസ് ഓർഗൻസ് കിട്ടി. ഇനി ഒന്നുള്ളത് വെസ്റ്റീജിയൽ ഓർഗൻ ആണ്. വെസ്റ്റീജിയൽ ഓർഗൻ ദാറ്റ് പ്രൊവൈഡ് എവിഡൻസസ് ഓഫ് ചാൻസസ് ഇൻ എ സ്പീഷീസ് ഓവർ ടൈം. നമുക്ക് ഒരു സ്പീഷീസിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയാനുള്ള നല്ലൊരു തെളിവാണ് വെസ്റ്റീജിയൽ ഓർഗൻ. Their rudimentary structures in an organism and has lost most of its original function over the course of evolution. എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒറിജിനൽ ഫങ്ഷനൊക്കെ നഷ്ടപ്പെട്ടു, എന്നിട്ട് റുഡിമെൻ്ററി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ കയ്യിൽ. അത്തരത്തിലുള്ള ഓർഗൻസിനെയാണ് വെസ്റ്റീജിയൽ ഓർഗൻ. ഇന്ന് നമുക്ക് വലിയ പണിയൊന്നും അതുകൊണ്ട് ഇല്ല, പക്ഷെ അത് ഇപ്പോഴും നമ്മുടെ കയ്യിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബെനിഫിഷ്യൽ, ഇതൊരു ബെനിഫിഷ്യൽ ഹെറിഡിറ്റബിൾ ട്രേറ്റ് എന്ന് നമുക്ക് പറയാം. അതായത് പോപ്പുലേഷനിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള പോലെ ചില അവയവങ്ങളെ ഉപയോഗപ്പെടുത്താതിരിക്കാനുള്ള ഒരു കഴിവ്, അതിനെയാണ് ബെനിഫിഷ്യൽ ഹെറിഡിറ്ററി ട്രേറ്റ് എന്ന് പറയാം.
അപ്പോൾ ഇത് ദ സ്ട്രക്ചേഴ്സ് ആർ ഹോമലോഗസ് ടു ദാറ്റ് ഹോമലോഗസ് സ്ട്രക്ചേഴ്സ് വേറെ ജീവികളിൽ ഉണ്ടാവും. ആ ഹോമലോഗസ് സ്ട്രക്ചേഴ്സ് ഫങ്ഷൻ നോർമലി, പക്ഷെ നമ്മളിൽ അത് ഫങ്ഷൻലെസ് ആണ്. അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു വെസ്റ്റിജിയൽ ഓർഗൻ. ഇത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ദ വെർമിഫോം അപ്പൻഡിക്സ്. ഈസ് എ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഫ്രം ദ സീക്കം. സീക്കം കണ്ടോ, ലാർജ് ഇൻഡസ്ട്രി, അതിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ് ഇത്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ആൻസിസ്റ്റർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ റിലേറ്റഡ് ഗ്രൂപ്പ്സ് ഓഫ് ഹെർബിവോഴ്സ്, ദ മാമൽസ്, മറ്റ് നമ്മുടെ ഹെർബിവോർ റാറ്റോ മൈസോ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കയ്യിൽ ഈ അപ്പൻഡിക്സ് തന്നെ നമ്മുടെ ഒരു സ്റ്റൊമക്കിൻ്റെ പോലെ ആയിട്ടുണ്ടാവും. കാരണം അത് കഴിക്കുന്ന ഭക്ഷണത്തിന് ദഹിപ്പിക്കാനുള്ള മൈക്രോബ്സ് ഒക്കെ അതിൻ്റെ അപ്പൻഡിക്സിലാണുള്ളത്. എന്നാൽ നമ്മൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളുടെ അപ്പൻഡിക്സ് വളരെ റുഡിമെന്ററി ആണ്. ഓക്കെ, എന്നാലും അത് നിലനിൽക്കുന്നുണ്ട്. ഇതിപ്പോഴും പോയിട്ടില്ല നമ്മുടെ കയ്യിൽ, അതങ്ങനെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ വെസ്റ്റിജിയൽ ആയിട്ട് നിൽക്കുന്നു, വെസ്റ്റിജിയൽ ഓർഗൻ എന്ന് പറയുന്നത്. എന്നാൽ ചില വെസ്റ്റിജിയൽ ഓർഗൻസ് അറ്റാവിസം എന്ന് പറയും. എന്ന് വെച്ചാൽ സഡൻ റീഅപ്പിയറൻസ് ഓഫ് ആൻസിസ്റ്റർ ഫീച്ചേഴ്സ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല, പക്ഷേ നമുക്ക് സമൂഹത്തിൽ ചിലപ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത് വെറുതെ ഒന്ന് നമുക്കൊരു അവയർനെസ് തന്നേക്കണേ. പഠിക്കൊന്നും വേണ്ട, മനസ്സിലാക്കിയാൽ മതി. എ സഡൻ റീഅപ്പിയറൻസ് ഓഫ് ആൻസിസ്റ്റർ ഫീച്ചർ, ദാറ്റ് ഈസ് അറ്റാവിസം. ചില ആളുകളിൽ മൾട്ടിപ്പിൾ നിപ്പിൾസ് കാണും, അഡീഷണൽ നിപ്പിൾസ് കാണും. ഈ മിൽക്ക് ലൈനിൻ്റെ ആ ലൈനിൽ ഇങ്ങനെയായിട്ട് കാണും. നമുക്കറിയാലോ, നമ്മുടെ മറ്റ് കാർണിവോഴ്സിലെ നമ്മുടെ ഡോഗ്, കാറ്റ്, അതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്. അപ്പോൾ അതുപോലെ അതിൻ്റെ ഒരു റീഅപ്പിയറൻസ് ചിലവരിൽ വീണ്ടും ഉണ്ടാവും. അപ്പോൾ ചില ആൾക്കാർ വരിക ഇത് മോൾസ് ആണ്, മറുകാണ് എന്നൊക്കെ വിചാരിക്കും. ഓക്കെ, ദെൻ ദ അനദർ വെസ്റ്റിജിയൽ ഓർഗൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടോ, ഇതൊരു അറ്റാവിസവും കൂടിയാണ്, റീഅപ്പിയറൻസ്. കാരണം ഇതുകൊണ്ട് നമുക്ക് ഫങ്ഷനൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് വെസ്റ്റിജിയൽ എന്ന് പറയാം. പക്ഷേ അത് വെസ്റ്റിജിയൽ എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് മറ്റ് നമ്മുടെ റിലേറ്റഡ് ഓർഗാനിസത്തിലൊക്കെ കാണണം. ഇവിടെ അങ്ങനെയല്ല, ഇത് പെട്ടെന്ന് ഒരു ജീവിയിൽ റീഅപ്പിയർ ചെയ്യാണ്. നോക്കൂ, കണ്ടോ, ദാറ്റ് ഈസ് ഓക്സിസ്. ആ ബോൺ കുറച്ച് ഇലോങ്ങേറ്റഡ് ആവുക. ഇതും വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് അബൌട്ട് anatomical and morphological evidences. And the other one is biochemistry. Evidence from biochemistry. Biochemistry in the we are studied with the biomolecules. When we compare the biomolecules of different groups of organisms, we can see the same type of biomolecules present in different groups of organism. DNA pattern, the structural details, same, protein same, sugar, enzymes, എല്ലാ ജീവികളിലും enzymes more or less same, and their function also, amino acids also. Okay, the genetic code, genetic code, അതിൻ്റെ ഒരു important unique feature of genetic code is universal. It is same in all organisms. Okay, അപ്പോൾ ഈ ഇത്രയും കാര്യം നിങ്ങൾക്ക് നമ്മൾ പഠിച്ചതിൽ നിന്ന് പറയാം. ഇത് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ഇതുപോലെ ഇവിടെ നമ്മൾ ഈ പിക്ചർ കൊടുത്തിരിക്കുന്നത് DNA ഈ പറഞ്ഞ ജീവികൾക്കൊക്കെ സെയിം ആണ് എന്ന് മനസ്സിലൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദെൻ ഈ ഒരു കാര്യം ഒരു എക്സ്റ്റെൻഡഡ് ഇൻഫർമേഷൻ ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു സെല്ലിൽ നമുക്കറിയാം സെൻട്രലി പ്ലേസ്ഡ് ന്യൂക്ലിയസ് ആൻഡ് ഹാവിങ് DNA. അതിനടുത്ത് തന്നെ നമുക്കറിയാം മൈറ്റോകോൺട്രിയ ഈസ് പ്രസന്റ് ആൻഡ് ഇറ്റ് ഓൾസോ ഹാവിങ് ആരാണ് DNA, എക്സ്ട്രാ ക്രോമസോമൽ DNA പ്രസന്റ് ഇൻ മൈറ്റോകോൺട്രിയ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയ എങ്ങനെയാണ്, ഈ ഒരു സ്പെഷ്യൽ DNA ഉള്ള മൈറ്റോകോൺട്രിയ എങ്ങനെ ഒരു സെല്ലിൻ്റെ ഉള്ളിലായേ? അതിൻ്റെ ഒരു എവല്യൂഷൻ പറയുന്നത് പണ്ട് കാലത്തെ നമ്മുടെ പ്രീ സെല്ലില്ലേ, ആൻസിസ്ട്രൽ യൂക്കാരിയോട്ടിക് സെൽ, അതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അത് എന്താണ് എൻഗൾഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും എയ്റോബിക് ബാക്ടീരിയത്തിനെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി കൂടിയ ആ എയ്റോബിക് ബാക്ടീരിയയാണ് പിന്നീട് നമ്മുടെ മൈറ്റോകോൺട്രിയ ആയെന്നാണ് ഇപ്പോൾ പറയണത്. അതൊരു കോൺസെപ്റ്റ് തന്നെ അല്ലെ. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ എവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും അങ്ങനെയുള്ള ഒരു പ്രോസസ്സിന്റെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന ബയോഡൈവേഴ്സിറ്റി എന്നും നമുക്കിവിടെ ഒന്നുകൂടി ഉറപ്പിക്കാം ആസ് ദ എവിഡൻസ് ഓഫ് എവല്യൂഷൻ.